ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മൈദയും പഴമൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ളൊരു ബോണ്ടയാണ്. സോഡാപ്പൊടിയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ബോണ്ട തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ള 6 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 or 3 പഴം മതിയാവും. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പം ഞാൻ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ഞാൻ 1/2 കപ്പ് അളവിൽ പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ശർക്കരയും പഴവും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് മാവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മൈദയും ശർക്കരയും പഴവും എല്ലാം തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പഴത്തിന്റെ ആ ഒരു നനവിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിൽ വേണം കിട്ടേണ്ടത്. ഇനി ഈ ഒരു പരുവത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം 2 or 3 സ്പൂൺ അളവിൽ വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 ഏലക്ക ചതച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈ ഒരു ബോണ്ട നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. നമുക്ക് ബോണ്ട തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കുറേശ്ശെയായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോണ്ടകളുടെ സൈസിലാണ് ഒന്ന് മാവ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ബാച്ചിനുള്ള മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ബോണ്ടയും ഒരുപോലെ ഒന്ന് കളറായി കിട്ടും. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവിലും ബോണ്ടയും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.